നമസ്കാരം, ഞാൻ ഉണ്ണിമായങ്കല്ലോ. നമുക്കെല്ലാവർക്കും ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും നല്ല ഭംഗിയുള്ള കൈക്ഷരമാണ് അത് കാണാൻ. അപ്പം നമുക്ക് ഇനി അത് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോ. അതിന് നമ്മൾ ക്രോമിൽ പോയിട്ട് a10phone.com നമുക്ക് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലാലേട്ടൻ്റെ അതേ കൈക്ഷരം നമുക്ക് താഴെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ്. നമസ്കാരം, ഞാൻ ഉണ്ണിമായ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നമുക്ക് ലാലേട്ടൻ്റെ അതേ ഹാൻഡ് റൈറ്റിങ്ങിൽ നമുക്ക് താഴെ കാണാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, എന്താ പറയുക, രോമാഞ്ചം ഒക്കെയാണ്. അപ്പം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നമസ്കാരം, ഞാൻ ഉണ്ണിമായ എന്ന് മാത്രം ആദ്യം ഞാൻ എഴുതി. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഓക്കെ, അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് നമസ്കാരം, ഞാൻ ഉണ്ണിമായ എന്ന് മാത്രം ആക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ എനിക്ക് ചില നേരത്ത് ബുക്കൊക്കെ തെളിയിലൊക്കെ തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ഭംഗിയാണ് കാണാൻ തന്നെ. നമുക്കതുപോലെ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയത്തില്ല, ലാലേട്ടന് മാത്രമേ പറ്റൂ. അപ്പം ഞാൻ ഓൾറെഡി എന്തായാലും ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡ്ബാക്ക് ഞാൻ അയച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് അയക്കാൻ നമ്മളെ ഫുൾ നെയിമും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് എന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിനുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് നെയിം കൊടുത്തു, ഉണ്ണിമായ AB. സെക്കൻഡ് ഞാൻ എൻ്റെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. തേർഡായിട്ട് ഫോൺ നമ്പർ, പിന്നെ ഫീഡ്ബാക്ക് നിർബന്ധമാണ്. കാരണം നമ്മൾ ഇമെയിലും ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്ന കാരണം നമ്മുടെ ഫീഡ്ബാക്ക് അവർക്ക് അറിയിക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായില്ലേ, നമ്മളെന്താ ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയാണ് അവരിതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, ഐ ആം സോ എക്സൈറ്റഡ് എന്നൊക്കെ ഞാൻ ഇംഗ്ലീഷ് വെച്ച് കാച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ വെച്ചിട്ട് ഇപ്പം ഞാൻ വീണ്ടും കഠിനമായി പരിശ്രമിക്കുകയാണ്. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പിങ് എനിക്ക് കുറച്ച് സ്ലോലിയാണ്, എനിക്കൊന്ന് സ്പീഡപ്പ് ആക്കണം. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യം ആണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു. എന്തോ മിസ്റ്റേക്ക് കണ്ട് പറ്റി. കുഴപ്പമില്ല. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ എഴുതി അയച്ചിട്ടുണ്ട്. സബ്മിറ്റ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആരും ഇങ്ങനെ ഫോണിൻ്റെ എന്തായാലും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ലാലേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. ഫസ്റ്റ് ലാലേട്ടൻ തന്നെയാണ്. അപ്പം അതിൽ തന്നെ ഒരുപാട് സന്തോഷം. എൻ്റെ ഫേവറേറ്റ് ആക്ടർ കൂടിയാണ് ലാലേട്ടൻ. അപ്പം ഇങ്ങനെ ഒരു ഇത് കിട്ടിയില്ല, എനിക്ക് സന്തോഷം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇമെയിലിൽ കുറച്ച് തെറ്റ് വന്നിട്ടുണ്ട്, പെട്ടെന്ന് ടൈപ്പ് ചെയ്യേണ്ടുള്ള മിസ്റ്റേക്കാണ്. അപ്പം ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടൊന്നും കൂടെ ടൈപ്പ് ചെയ്യണം. ഒരു ഡോട്ട് ഇട്ടില്ലായിരുന്നു, പക്ഷേ ടൈപ്പ് ആയിട്ടില്ലായിരുന്നു. ഡോട്ടൊക്കെ ഇട്ട് ടൈപ്പൊക്കെ ചെയ്ത് ഓക്കെ ടൈപ്പ് ചെയ്യണം. കറക്റ്റായില്ല, തെറ്റിപ്പോയി. അത് ടൈപ്പ് തെറ്റിപ്പോയി. ഞാൻ ഡോട്ടൊക്കെ കൊടുത്ത് കറക്റ്റാക്കി ഞാൻ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് കൊടുത്താൽ മതി. കറങ്ങി വരും നമ്മൾ സബ്മിറ്റ്. നമ്മൾ ഫീഡ്ബാക്ക് നോക്കാം. ഓക്കെ, അവർ താങ്ക് യു ഫോർ മെസ്സേജ് ദിസ് ബീൻ സെൻഡ് ഇവൻ കൊടുത്തിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. ഓക്കെ, അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഫയലിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്തത് കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഫയലിൽ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഡൗൺലോഡ്സിൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡൗൺലോഡാക്കിയ വന്ന് കിടപ്പുണ്ട്, A10 എന്ന് പറഞ്ഞ് വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ ഡയറക്റ്റായിട്ട് VNലേക്കാണ് പോകുന്നത്. ഞാൻ വീഡിയോസൊക്കെ അതിനകത്താണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കാണ് ഡയറക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പം ഞാൻ ഒരു ഫോട്ടോയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ നോക്കാം. അതിനകത്ത് ടെക്സ്റ്റിൽ കൊടുക്കുക, അവിടെ ഹെഡിങ്ങൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാം. നമ്മൾ A10 ടൈപ്പ് ചെയ്താൽ നമുക്ക് ഫോണ്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നമുക്ക് A10 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി നമുക്ക് ഡൗൺലോഡ് ആയത് വന്ന് കിടപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇപ്പം
ഞാൻ ടൈപ്പ് ചെയ്യുന്നത് സ്നേഹം മാത്രം എന്ന് പറഞ്ഞതാണ് ടൈപ്പ് ചെയ്ത് നമുക്ക് നോക്കാം എന്താവുമെന്ന്. നമുക്കറിയാമല്ലോ ഓരോ ഇല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ സ്നേഹം മാത്രം എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. എൻ്റെ സ്നേഹം മാത്രം. എനിക്ക് പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൂച്ചകളാണ് ഇതൊക്കെ 2 പേര്. ഇനിയുണ്ട്, ടോട്ടൽ 12 പേരുണ്ട്. ഓക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് കറക്റ്റ് അതേപോലെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ അതിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഫോണിൻ്റെ കളർ ഓക്കെ. ഇപ്പം കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും നമ്മൾ ലാലേട്ടൻ്റെത് 100 സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറിയാത്തവർക്കായാലും വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടെ എല്ലാവർക്കും ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ ഇല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കുക. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരം. പിന്നെ എല്ലാവരും ഈ ഫോൺ ഡൗൺലോഡ് ആക്കുക. കാരണം നമുക്ക് എപ്പോഴായാലും യൂസ് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കൈയക്ഷരം. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് തോന്നുന്നു. ഓക്കെ.